എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു, അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു പുഷ്പം, ഫയലായി നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പുഷ്പം തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒന്നാമത്തെ ഫയലായ റോസാ പുഷ്പം ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ റോസാ പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് നാം പോവുകയാണെങ്കിൽ, വലിയ വൈകാരികത നിറഞ്ഞൊരു പ്രണയം, മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടായിരുന്നു, നിങ്ങളെ സ്നേഹിച്ചിരുന്നു, ഏറ്റവും ആഴത്തിൽ, ഏറ്റവും സ്നേഹത്തിൽ. പക്ഷെ ഇടയ്ക്ക് വെച്ച് ചില പ്രതിബന്ധങ്ങളുണ്ടായി. ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകളും പ്രവർത്തികളുമായി ചിലർ വന്നു. അവർ ആ വ്യക്തിക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരായിട്ട് മാറി. അവർ ആ വ്യക്തിയുടെ അടുത്ത ആളുകളായിട്ട് മാറി. അവരും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി തുടർന്നു. അപ്രകാരം അവരും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി തുറന്നപ്പോൾ നിങ്ങളെ പതുക്കെ തള്ളി മാറ്റാനാണ് ആ വ്യക്തിക്ക് ഒപ്പം ചേർന്നവരുടെ ശ്രമം. അതിൻ്റെ ഫലമായിട്ട് ആഴത്തിലുള്ള സ്നേഹവും ഇഷ്ടവും താല്പര്യവും ഒക്കെ മറന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ മനസ്സിൽ നിന്ന്. ആ വ്യക്തി ഒറ്റയ്ക്കല്ല തീരുമാനം ഒരു പക്ഷേ എടുത്തത്. ആ വ്യക്തിയെ കൊണ്ട് അത്തരം ഒരു തീരുമാനത്തിലേക്ക് ചിലർ എത്തിച്ചു. അവർ പ്ലാൻ ചെയ്ത, അവർ ഗൂഢാലോചന നടത്തിയ വഴികൾ, ആ വഴികളിലൂടെ സഞ്ചരിച്ച് അവർക്കത് എത്തിക്കാൻ കഴിഞ്ഞു, അവർക്കത് ആക്കി തീർക്കാൻ കഴിഞ്ഞു. അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റി. അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ യഥാർത്ഥ സ്വഭാവം, ഇതിൻ്റെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചവരാരാണോ അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം എടുത്തപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അതിപ്പോഴാണ്. ഇപ്പോൾ മനസ്സിൽ ദുഃഖമായിട്ട് ആ വ്യക്തി ഇരിക്കുകയാണ്, മനസ്സിൽ വിഷമമായിട്ട് ആ വ്യക്തി ഇരിക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി താൻ മറ്റു ചിലരുടെ വാക്ക് കേട്ട് എടുത്തു ചാടിയതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ്. അത് കൃത്യമായി മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സാധിച്ചിരിക്കുന്നു. അതുതന്നെയാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങളെ പുറത്താക്കാനും നിങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിച്ചതിൻ്റെ ദുഃഖം ആ വ്യക്തി ഇപ്പോൾ അറിയുന്നുണ്ട്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ്. ഒരു ജീവിതത്തിലെ ബുദ്ധിമുട്ടോ ഒരു ജീവിതത്തിലെ ഒരു കഷ്ടപ്പാടോ അറിയാതെ, ഒരു പക്ഷേ ഒന്നിനെക്കുറിച്ചും കൃത്യമായ അവബോധമില്ലാതെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു. നിങ്ങൾ ആ വ്യക്തിക്ക് എല്ലാം നൽകി, ആ വ്യക്തിയെ എല്ലാമായി കരുതി. പക്ഷേ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചുള്ള ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഒട്ടും നന്നായിരുന്നില്ല. ആ വ്യക്തി നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ വില മനസ്സിലാക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും സ്നേഹിക്കുന്നു, എൻ്റെ വ്യക്തിയും എന്നെ സ്നേഹിക്കുന്നു എന്നല്ലാതെ നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ ഒരു നന്മയും ആ വ്യക്തി നിങ്ങളോട് കാണിച്ചില്ല, ഒരു നന്ദിയും കാണിച്ചില്ല. നിങ്ങൾ ഒരുപാട് പുറകെ ആ വ്യക്തിയുടെ അടുത്ത് സ്നേഹത്തിന് വേണ്ടി നടന്നു. എന്നെ സ്നേഹിക്കണം, എന്നെ ഇഷ്ടപ്പെടണം, എന്നെ ഉൾക്കൊള്ളണം. അതൊന്നും ശ്രദ്ധിക്കാതിരുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ വില കൃത്യമായി മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങൾ അവസാനം, ഞാൻ അത്രയും സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കാത്ത ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി ഇനി പോകണ്ട, മനസ്സിലെങ്കിലും ആ സ്നേഹം ഒളിപ്പിച്ചാൽ മതി, പുറത്തേക്ക് അത് കാണിക്കണ്ട എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ പോയപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി
ആ സ്നേഹം ഇല്ലാതിരുന്നപ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. പുറകെ പോകാനോ പരിഭവം പറയാനോ ഒന്നും നിങ്ങൾ നിന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ദൗത്യം മാത്രം നിർവഹിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നിങ്ങളൊന്നും പറയാത്തതിൽ, നിങ്ങൾ മൗനം ഭജിക്കുന്നതിൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടായിരിക്കുന്നു. എന്താണ് തുറന്ന് പറയാത്തതെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ ആ ഒരു ശൈലി ആ വ്യക്തിയുടെ മനസ്സിൽ കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായി നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ സ്നേഹിച്ച, ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ ആ വ്യക്തി ഇപ്പോൾ യഥാർത്ഥ ആത്മാർത്ഥത കാണിക്കേണ്ടി വന്നിരിക്കുന്നു. ഇനി ഒളിച്ചു പോകാനില്ല. നിങ്ങളുടെ സ്നേഹം അവിടെ കിട്ടാതായപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി ഇത് വില കുറഞ്ഞ് കിട്ടുന്നതായിരുന്നില്ല, ഞാനാണത് മനസ്സിലാക്കാതെ പോയത്, എല്ലാം എൻ്റെ തെറ്റാണ് എന്നുള്ള ബോധ്യം ഇപ്പോൾ ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു. അതിൽ നിന്ന് തന്നെയാണ് ആ വ്യക്തി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് തന്നെയാണ് ആ വ്യക്തി നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ആ യഥാർത്ഥ രൂപം മനസ്സിലാക്കുന്നത്. എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തിയെ സ്നേഹിച്ചതാണ് നിങ്ങൾ. അതൊന്നും മനസ്സിലാക്കാതെ വില വയ്ക്കാതെ മുന്നോട്ട് പോയപ്പോൾ, നിങ്ങൾ ആ സ്നേഹം സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഇപ്പോൾ ദുഃഖിക്കുകയാണ് ആ വ്യക്തി. നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് യാചിക്കുകയാണ്. മനസ്സിലാക്കട്ടെ ആ സ്നേഹം. ഉള്ളിൽ വിഷമത്തോടെയാണ് നിങ്ങൾ ആ സ്നേഹം തടഞ്ഞു വെച്ചത്. ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് വില നൽകാൻ വേണ്ടി ഉടൻ തന്നെ ആ വ്യക്തി ആ വില മനസ്സിലാക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.